April 2nd വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഓട്ടിസം അവയർനെസ്സിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ആളുകൾക്ക് വേണ്ടത് ഓട്ടിസത്തിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. കാരണം ചെറിയൊരു ലാംഗ്വേജ് ഡിലേക്ക് വരുമ്പോഴേക്കും പാരൻസിന് ടെൻഷനാണ് ഓട്ടിസം ആണോ എന്ന്. ഓട്ടിസത്തിന് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ 2 ഉള്ളത്. ഒന്ന് പെർസിസ്റ്റന്റ് ഡെഫിസിറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ, 2 റെസ്ട്രിക്റ്റഡ് ആൻഡ് റിപ്പിറ്റേറ്റീവ് പാറ്റേൺസ്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു 6 മാസമായിട്ടും കുഞ്ഞ് ഐ കോണ്ടാക്ട് തരാതിരിക്കുക, 9 മാസമായിട്ടും അവർ പേര് വിളിച്ചാലൊന്നും റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, 1 വയസ്സ് കഴിഞ്ഞിട്ടും സിമ്പിളായിട്ടുള്ള ഇപ്പോൾ അപ്പം ചുട്ട് കളിക്കുക അല്ലെങ്കിൽ ടാറ്റ കാണിക്കുക അതുപോലും ചെയ്യാതിരിക്കുക, ഒരു 15 മാസമായിട്ടും അവർ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്ന പോലെ തോന്നുക, 18 months ആയി കഴിഞ്ഞിട്ടും അവർ നമ്മളെന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നോക്കാതിരിക്കുക. പിന്നെ റെസ്ട്രിക്റ്റഡ് ഓർ റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ക്രൈറ്റീരിയ. അതിൽ വരുന്നത് അവർ ഇപ്പോൾ ടോയ്സ് വെക്കുകയാണെങ്കിൽ ഒരേ രീതിയിലായിരിക്കും അവരെന്നും ടോയ്സ് ഒതുക്കുന്നത്. അതിൻ്റെ ഒരു വരി തെറ്റുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ഒരു ടോയ് കൊണ്ട് എല്ലാ ദിവസവും ഒരേ ആക്ടിവിറ്റി ആയിരിക്കും അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാറാണെങ്കിൽ ഒരേ സ്ഥലത്ത് കൂടെ ഓടിക്കുക, ഒരേ സ്ഥലത്ത് നിന്ന് താഴ്ത്തിക്കിട്ട് കളിക്കുക, അങ്ങനെ. പിന്നെ ചെറിയൊരു ചേഞ്ചസ് പോലും ഇപ്പോൾ റൂമിൽ അവർ വെച്ചിട്ടുള്ള സാധനങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റുമ്പോൾ പോലും ഭയങ്കരമായിട്ട് എജിറ്റേറ്റഡ് ആവുക, ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് അവരുടെ കാര്യങ്ങളോട് ഭയങ്കര ഒബ്സഷൻ അവർക്ക് തോന്നുക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ മൊത്തത്തിലുള്ള ലാംഗ്വേജ് സ്കിൽസ്, മൂവ്മെൻറ്റ് സ്കിൽസിന് പ്രശ്നങ്ങൾ വരുന്നത്, ലേണിംഗ് ഡിസബിലിറ്റീസ് വരുന്നത്, കോൺസ്റ്റിപ്പേഷൻ, ഭയങ്കര മൂഡ് സ്വിങ്സ് വരിക, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടേക്കാം. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഓട്ടിസം വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടിസം എന്നല്ല പറയുന്നത്, ഓട്ടിസം സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അതിൽ വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസ് ആണെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് വരാം. അപ്പോൾ അത് സാധാരണഗതിയിൽ ജനറ്റിക് റിലേഷൻ കാണാറുണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ചില ഇൻഫെക്ഷൻസ്, ചില മെഡിസിൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. ഒരു പൊതുവെയുള്ളൊരു തെറ്റിദ്ധാരണയാണ് MMR വാക്സിനും ഓട്ടിസമായിട്ടുള്ള ഒരു ബന്ധം. അത് മുമ്പ് വന്നിട്ടുള്ള ഒരു ഫേക്ക് സ്റ്റഡിയുടെ പുറത്ത് വന്നിട്ടുള്ളതാണ്. വാക്സിനേഷനും ഓട്ടിസമായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധവും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടിസം ആണെന്ന് പേടിക്കാത്ത അസസ്മെൻറ്റ് നടത്താൻ വരിക. നോക്കി പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വേറെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. താങ്ക് യു.